വർഷങ്ങളായി നിലയിൽ പോരടിച്ചുകൊണ്ടിരുന്ന രണ്ട് രാജ്യങ്ങൾ ഇറാനും ഇസ്രായേലും ഇപ്പോൾ നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. മിസൈലുകളും ഡ്രോണുകളും അതിർത്തികൾ കടന്നു പായുമ്പോൾ അതിന്റെ പ്രത്യാഘാതം അവിടെ മാത്രമല്ല, ആഗോള സാമ്പത്തിക രംഗത്തും വളരെ വ്യക്തമാണ്. സോ ഈ വാർ എങ്ങനെയാണ് ക്രൂഡ് ഓയിലിന്റെയും ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികളെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എന്തുകൊണ്ട് ക്രൂഡ് ഓയിലിന്റെ ഓരോ വില വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കണമെന്നും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കും. അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിപ്റ്റോ. ദിസ് ഈസ് ക്രിപ്റ്റോഫ്ലിക്സ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം പുതിയ തലങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. സോ ഇത് എണ്ണവിലയിലും വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. $64 ഉണ്ടായിരുന്ന ഒരു ബാരൽ $77 എത്തി. ലോകത്തിലെ തന്നെ ഓയിൽ മൈനിങ്ങിൽ പ്രധാന രാജ്യങ്ങളൊന്നാണ് ഇറാൻ. സോ ഇവിടെ ഉണ്ടാവുന്ന എന്ത് പ്രശ്നവും എണ്ണവിലയിൽ നേരിട്ട് തന്നെ ബാധിക്കും. സോ ഇതെങ്ങനെയാണ് എണ്ണവിലയെ ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാവുകയാണെങ്കിൽ ഹോർമൂസ് കടലെടുക്ക് അടച്ചിടാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഈ ഹോർമൂസ് കടലെടുക്കെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയും തുറന്ന സമുദ്രമായി ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതും ഇടുങ്ങിയതുമായ ഒരു ജലപാതയാണ് ഹോർമൂസ് കടലെടുക്ക്. നോർത്ത് ഇറാനും സൗത്ത് ഒമാനും ബോർഡർ ഷെയർ ചെയ്യുന്ന ഈ പ്രദേശം ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ജലപാതയിൽ ഒന്നാണ്. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിൽ വലിയൊരു ഭാഗവും കടന്നു പോകുന്ന ദിവസവും ഇതിലൂടെ തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ 20 മുതൽ 30% വരെ. സോ ഇതിലൂടെയുള്ള ഗതാഗതം അടച്ചിടുകയാണെങ്കിൽ എണ്ണയുടെ വില കുതിച്ചു കയറും. എണ്ണവില ഉയരുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഒന്നാമതായി ഇൻഫ്ലേഷൻ. എണ്ണവില ഉയരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുന്നു, അങ്ങനെ ഇൻഫ്ലേഷന് കാരണമാകുന്നു. 2, കമ്പനികളുടെ ലാഭം കുറയുന്നു. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുമ്പോൾ കമ്പനികളുടെ പ്രൊഡക്ഷൻ കോസ്റ്റും കൂടുന്നു, അങ്ങനെ കമ്പനികളുടെ ലാഭം കുറയുന്നു. 3, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിവ്. എണ്ണവില ഉയരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പലപ്പോഴും ഇടിവ് സംഭവിക്കാറുണ്ട്. പല ഇൻവെസ്റ്റേഴ്സിനെയും ഇത് സെക്യൂർഡ് ആയിട്ട് അസറ്റിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുന്നു. അടുത്തായി എണ്ണവില ഉയരുമ്പോൾ ബിറ്റ്കോയിൻ എന്ത് സംഭവിക്കും നമുക്ക് നോക്കിയാലോ. ബിറ്റ്കോയിൻ മൈനിങ് കോസ്റ്റ്. ബിറ്റ്കോയിൻ മൈനിങ് വളരെയധികം എനർജി ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എണ്ണവില കൂടുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെയും മറ്റ് എനർജി റിസോഴ്സുകളുടെയും വില വർദ്ധിക്കും. ഇത് ബിറ്റ്കോയിൻ മൈനിങ്ങിന്റെ ചിലവ് കൂട്ടും. ബിറ്റ്കോയിൻ മൈനിങ് ചിലവ് കൂടുകയാണെങ്കിൽ ചില മൈനേഴ്സ് ബിറ്റ്കോയിൻ മൈനിങ് സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് പുതിയ ബിറ്റ്കോയിന്റെ ലഭ്യത മാർക്കറ്റിൽ കുറയ്ക്കും. ഇൻവെസ്റ്റേഴ്സ് സെന്റിമെന്റ്. ആഗോളതലത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് റിസ്ക് ഉള്ള അസറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കും. ബിറ്റ്കോയിൻ ഒരു ഹൈ വോൾട്ടൈൽ അസറ്റ് ആയതുകൊണ്ട് ഇതിന്റെ പ്രൈസിൽ വലിയ ഇടിവ് വരാൻ സാധ്യതയുണ്ട്. നിലവിലെ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് മാറുകയാണെങ്കിൽ എണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതേസമയം ബിറ്റ്കോയിന്റെ പ്രൈസ് എങ്ങനെ പെർഫോം ചെയ്യുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പാടാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം എണ്ണവില വലിയ രീതിയിൽ ഉയർത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിറ്റ്കോയിന്റെ വിലയിലും ഇത് വലിയ സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു നല്ല ഇൻവെസ്റ്റർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് തന്നെ പറയാനെങ്കിലും കമന്റിലൂടെ അറിയിക്കുക. ക്രിപ്റ്റോ മനസ്സിലാക്കാൻ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.